Hi everybody, welcome to my kitchen. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് എഗ്ഗും. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ വേറെ മീറ്റോ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ അത് ചിക്കൻ ഫ്രൈഡ് റൈസ് എത്രയേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെ എത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതും വീട്ടിലെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വലിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാത്രമാണ് വേണ്ടത്. അതൊന്ന് ചൂടാവട്ടെ. ചട്ടി നല്ല ചൂടായി. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2.5 സ്പൂൺ എണ്ണ. വെജിറ്റബിൾസ് സോട്ടാകാൻ വേണ്ടിയുള്ളൊരു ഓയിൽ. ഓക്കെ, എണ്ണ നല്ല ചൂടായി. ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഹീറ്റ് ഹൈയിലായിരിക്കണം, എണ്ണ നല്ല ചൂടായിരിക്കണം. ഓക്കെ, അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ക്യാരറ്റാണ്. അപ്പോൾ നമുക്കിതിനകത്ത് വെജിറ്റബിൾസ് അങ്ങ് വല്ലാതെ കുക്കാവണമെന്നില്ല. ഒരു 50% നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ആ ഒരു ടൈം ഫാസ്റ്റ് കുക്കിംഗ് ആയിരിക്കണം. സ്ലോ ആയിട്ട് നമ്മൾ കുറേ നേരം വഴറ്റി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരു കളർ മാറാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് കുറച്ച് ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അത് നല്ല ഫാസ്റ്റ് കുക്ക് ചെയ്യുക. ഒന്നിൻ്റെ ഒരു ഫ്രഷ് ആ ക്രഞ്ചിനെസ് പോവാതെ കുക്ക് ചെയ്തെടുക്കണം. അടുത്തത് ഗ്രീൻ ഓണിയൻസിൻ്റെ വൈറ്റ് ബൾബ് താഴെ ഉണ്ടാവുമല്ലോ. ഗ്രീൻ ഓണിയൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലൊരു പാർട്ട്, അതിട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല ഫ്ലേവർ തരും നമ്മുടെ ഫ്രൈഡ് റൈസിന്. ഈ എന്താ പറയുക, ഈ സ്പ്രിങ് ഓണിയൻ്റെ മേലത്തെ ഗ്രീനും അതിൻ്റെ വൈറ്റ് ഏരിയയൊക്കെ നല്ലൊരു ഫ്ലേവർ തരും. അതിട്ടപ്പോഴാണ് ഒരു സ്മെല്ല് ശരിക്കും വരുന്നത്. അതും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. നമ്മളെല്ലാ വെജിറ്റബിൾസും ഒരു ബാലൻസിലിടണം, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതത്ര രസം ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ക്യാബേജും കൂടി. ക്യാബേജിൻ്റെ ഒക്കെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയി വരും. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. നമ്മൾ സോസസ് ഒക്കെ ഒഴിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ ലേശം ഉപ്പിട്ടിട്ടുണ്ടാവും. അപ്പം റൈസും ഉപ്പിട്ടിട്ടായിരിക്കുമല്ലോ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം ഒരു ലിമിറ്റിൽ ഉപ്പിടുക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 സ്പൂൺ ബ്ലാക്ക് സോയ സോസ്. അതാണ് മെയിൻ നമുക്ക് ഫ്ലേവർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സമയം തീ വേണമെങ്കിൽ ലേശം കുറച്ച് വെച്ചു. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. നെക്സ്റ്റ് നോർമൽ ടൊമാറ്റോ സോസ്, അതൊരു 1 സ്പൂൺ വേണം. എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇടുക. ഓവറായിട്ട് ഫ്ലേവർ വരുന്ന പോലെ ആഡ് ചെയ്തത്. ടൊമാറ്റോ സോസായി. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ വിനീഗർ. 1/4 സ്പൂൺ മതിയോ? ഓക്കെ, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കളർ മാറിയിട്ടുമില്ല, എന്നാൽ ഒരു ഹാഫ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇപ്പം ഞാനിവിടെ ലോങ് ബസ്മതി റൈസാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതപ്പം ഓൾറെഡി കുക്ക്ഡാണ്. കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ തണുപ്പിച്ച റൈസാണ്. റൈസ് ഇങ്ങനെ വിട്ടിരിക്കണം. നമ്മളിപ്പം കുക്ക് ചെയ്ത് ഉടനെ ഇടാൻ പാടില്ല. റൈസ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി സോൾട്ട് ഇട്ടിട്ട് ഒരു 90% മാത്രമേ വേവിച്ചുള്ളൂ. ഫുള്ളി
വേവിച്ചിട്ടില്ല. ഞാൻ തണുപ്പിച്ചു, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് റൈസ് തമ്മി ഒട്ടാണ്ടിരിക്കാനായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും കൺസിസ്റ്റൻസി. കണ്ടില്ലേ? അതുപോലെ ഒരുപാട് റൈസ് ഇട്ടിട്ട് അങ്ങോട്ട് നമ്മൾ എന്താ പറയുക മിക്സാക്കാൻ നോക്കണ്ട. കുറച്ച് റൈസ് ഇടാം ആവശ്യത്തിന്. നമുക്ക് ഇളക്കാനും പാടാവും, എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടാണ്. കുറച്ച് റൈസ് ഇട്ടിട്ട് വേണം എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. ഒരുപാട് ചോറിട്ടിട്ട് നമ്മൾ ബിരിയാണി ഇളക്കുന്ന പോലെ ഒന്നും ഇളക്കണ്ട. ഓക്കെ. ആ മസാല അല്ല, നമ്മുടെ വെജിറ്റബിൾസും ആ ഒരു സോസും എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 2 സാധനം കൂടെ ആഡ് ചെയ്യാവുള്ളൂ. എഗ് ഫ്രൈഡ് റൈസിന് വേണ്ട എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 3 മുട്ട, മുട്ടയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. എഗ്ഗ് അങ്ങ് ഓവറായിട്ട് കുക്ക് ചെയ്ത് ഹാർഡാക്കണ്ട. അത് സോഫ്റ്റ്നെസ് അങ്ങനെ ഇരിക്കുന്ന പോലെ കുക്ക് ചെയ്തെടുക്കുക. ഫൈൻ. നമ്മളിതിന് റൈസിലോട്ടേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് സ്പ്രിങ് ഓണിയൻ ഗ്രീൻ. ഇതൊക്കെ ശരിക്കും ഫ്ലേവർ തരും. അത് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് എഗ്ഗ് ഫ്രൈഡ് റൈസിലോട്ടേക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യുക. തീ ഹൈ ഹീറ്റിലിരിക്കണം ഈ സമയത്തൊക്കെ. ഓക്കെ. ഫുൾ കുക്കിങ്ങും ഹൈ ഹീറ്റിൽ വേണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കുക. ലേശം കുറവാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ്. കൂടെ കുറച്ച് പെപ്പറും കൂടെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പർ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് വൈറ്റ് പെപ്പർ ഇല്ല, കുറച്ച് മതി. ഫൈനൽ മിക്സ്. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഭയങ്കര ഫാസ്റ്റാണ്, സിമ്പിളായിട്ട് വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഫ്രൈഡ് റൈസ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ്. നിങ്ങളിതിപ്പോൾ ചിക്കൻ ആഡ് ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് അത്രയേ ഉള്ളൂ. ഒരുപാട് നേരം വഴലും പരിപാടിയും, പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചിരിക്കണം. ദൂരെ വെച്ച് അപ്പം കട്ട് ചെയ്യും ഇപ്പം കട്ട് ചെയ്യും, നമ്മൾ കുക്കിംഗ് ഓൺ ദ വേയിൽ കട്ട് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കുക്കിംഗ് ടൈം മാറിപ്പോവും. അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെനുവാണ് നമ്മളിന്ന് കണ്ടത്. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവർ അജിനോമോട്ടോ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ സെപ്പറേറ്റഡ് വരും, പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് അത് ആഡ് ചെയ്തിട്ടില്ല. എന്നാലും അതേപോലത്തെ ടേസ്റ്റാണ്, റൈസും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇതുപോലെ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷായിട്ട് അടുത്തൊരു വീഡിയോയിലാണ്. അതുവരെയ്ക്കും ബൈ, സ്റ്റേ ട്യൂൺ.